everybody and welcome back to my YouTube channel. Today it is Saturday and we are going to Canada's largest all year round farmers market ആയിട്ടുള്ള സെന്റ് ജേക്കബ്സ് farmers marketലേക്കാണ് നമ്മൾ പോകുന്നത്. അത് വീബർ സ്ട്രീറ്റിൽ വൂൾവിച്ചിലാണുള്ളത്, നിയർ വാട്ടർലൂ. നമ്മുടെ വീട്ടിൽ നിന്ന് അത് ഒരു 20 minutes അറൌണ്ട് ഹാഫ് ആൻ അവർ ഉണ്ട്. സോ ഫാർമേഴ്സ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള, അതായത് ഇവിടെയുള്ള ആൾക്കാര് അവര് നട്ടുണ്ടാക്കിയ ക്രോപ്സും പിന്നെ അവര് തന്നെ ഉണ്ടാക്കിയ ക്രാഫ്റ്റ്സും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവര് കൊണ്ടുപോയി വിൽക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഫാർമേഴ്സ് മാർക്കറ്റ്. ഇതെല്ലാം ഫാർമേഴ്സ് മാർക്കറ്റ്. അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്. ഓൾമോസ്റ്റ് എവ്രിതിങ്, ഒരുപാട് സാധനങ്ങൾ അവിടെ കിട്ടും, അവിടെ കാണും. പിന്നെ അതുപോലെ ഫുഡ് ട്രക്സ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. സോ ഇത് ഫുൾ ഇയർ ത്രൂ ഔട്ട് ഉണ്ടാവും. എവറി ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ്. സമ്മറിൽ മാത്രമായിരിക്കും ട്യൂസ്ഡേസ് ഉണ്ടാവുക, പക്ഷെ ബാക്കി എല്ലാ സമയത്തും എവറി തേഴ്സ്ഡേസും സൺഡേസും ഉണ്ടാവും. ഇവര് 7 മണി തൊട്ട് ഏകദേശം 3-3:30 വരെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ അവിടെ പോകുമ്പം നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള എല്ലാ കടകളും കാണാൻ പറ്റും. നമ്മൾ ലേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അവർ അന്നന്ന് എടുക്കുന്ന സാധനങ്ങൾ അന്നന്ന് കൊണ്ടു കൊടുക്കുന്നതായതുകൊണ്ട് നമുക്ക് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ അവർ ആ കടയൊക്കെ അടച്ചിട്ട് പോകും. അത് നേരത്തെ പോയി കഴിഞ്ഞാൽ, വൈകി പോയാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്ന് ചീത്തയാവുന്നത് അല്ലെങ്കിൽ ആ ദിവസം കൊണ്ട് വിറ്റ് തീർക്കേണ്ട സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വില കുറവിന് കിട്ടും. സ്ട്രോബെറീസ്, അതൊക്കെ മീൻസ് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് വെക്കാൻ പറ്റില്ല. ഇതൊക്കെ ഫ്രഷ് ആണ്, ഓർഗാനിക് ആണ്, അതുകൊണ്ട് അധികം നാളെ നിൽക്കില്ല. നമ്മളിപ്പോൾ മേടിച്ചുകൊണ്ട് വന്നാലും ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും അത് ചീത്തയായിപ്പോൾ. ഒട്ടും കണ്ടാമിനേറ്റഡ് അല്ലാത്ത ഫ്രൂട്ട്സ് ആണ് ഇവിടെ കിട്ടുക. പിന്നെന്താ, നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് വിത്ത് അമ്മ വന്നിട്ട്. ഐ തിങ്ക് ദിസ് ഈസ് ദ സെക്കൻഡ് ട്രിപ്പ്. നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് പോയിരുന്നു, കോളിംഗ്വുഡ് പോയിരുന്നു, പക്ഷെ എനിക്കത് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. സോ വ്ലോഗ് എടുക്കുന്ന ഫസ്റ്റ് ട്രിപ്പാണ്. സോ ലെറ്റ്സ് സീ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മ കാനഡ വന്നിട്ട്? അടിപൊളിയാന്നാണ് പറയുന്നത്. അമ്മ വിന്റർ ഇതുവരെ കണ്ടിട്ടില്ല, വിന്റർ വരുമ്പോ സെറ്റ് ആവും. പിന്നെ അമ്മയ്ക്ക് ഫ്രണ്ട് ഉണ്ടല്ലോ, അമ്മയുടെ ഫ്രണ്ട് അവിടെ ഉറങ്ങിപ്പോയി. സോ നമ്മള് ഇതാ സെന്റ് ജേക്കബ്സ് ഫാർമേഴ്സ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. സോ വീഡിയോ എടുത്തപ്പോൾ പറയാൻ മറന്നുപോയി, ഇവിടെ വരുമ്പം ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ പാർക്കിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഫാർമേഴ്സ് മാർക്കറ്റിന് ചുറ്റും പാർക്കിംഗ് ആണ്, പക്ഷേ നമുക്കൊരു പാർക്കിംഗ് സ്പോട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. സോ ഇവിടെ വരുമ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക, നേരത്തെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിതാ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഇവിടെ 1 man ഷോ ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് പല ഏരിയസിലായിട്ട് ഇതുപോലെ കാണാൻ പറ്റും, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് ഇവിടെ നടക്കുന്നത് ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്. ഇൻഡോർ ഞാൻ മെയിൻലി കണ്ടേക്കുന്നത് ഹണി പ്രോഡക്ട്സ്, പിന്നെ കുറച്ച് ഡ്രസ് ഐറ്റംസ് ഉണ്ടാവും, പിന്നെ മീറ്റ്, മിൽക്ക്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇൻഡോർ കണ്ടിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവർ ക്രാഫ്റ്റ് ചെയ്തേക്കുവാണ്, കുറേ റീസൈക്ലിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് കുറേ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് പുറത്തേക്ക് വരാം. പുറത്തേക്ക് വരുമ്പം നമ്മൾ കാണുന്നത് കുറേ ഫ്രൂട്ട്സ് കടകളുണ്ട്, പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് പുറത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും നമുക്കിതുപോലെ കുറച്ച്
ലാർജ് എമൗണ്ട് ഓഫ് സാധനങ്ങളായിരിക്കും ഇത് കിട്ടുക. ഇങ്ങനെ ഓരോന്ന് 2 വെച്ച് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പം നമ്മളൊരു ബാസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ആപ്പിൾസ് ഇങ്ങനെ ഇപ്പോൾ വെച്ചേക്കുന്നുണ്ടല്ലേ, അതുപോലെ അങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഇവിടുത്തുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഇതുപോലെ ഫ്ലവേഴ്സ് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവർ ബൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഇവർ പ്ലാന്റ്സും ഗിഫ്റ്റായിട്ട് കൊടുക്കണ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, ഇവിടെ ഫുഡും നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് അവിടെ നിന്ന് അകത്തുനിന്ന് വാങ്ങിച്ചിട്ട് പുറത്ത് വന്നിരുന്ന് കഴിക്കാൻ, നമുക്ക് ഇഷ്ടമുള്ളിടത്തിരുന്ന് കഴിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഈ ഷോപ്പാണ്. ഇതിനകത്ത് ഓരോ ബട്ടർഫ്ലൈസിൻ്റെ മോഡലുകൾ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. തിരിച്ചു പോന്നു. കുറച്ച് ഒരുവിധം എല്ലാം നമ്മൾ കവർ ചെയ്തു. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. ഇന്നെങ്ങാണ്ട് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭയങ്കര ചൂട്. നമുക്ക് ഇങ്ങനെ കണ്ണു തുറക്കാൻ പറ്റില്ല. കുഞ്ഞു ഡ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ണിനെ തുറക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഭയങ്കര ടയേർഡായി. നമ്മള് അവിടെ ഫുഡൊക്കെ ഉണ്ട് ആക്ച്വലി. പക്ഷെ നമ്മളുടെ അവിടെ നമ്മള് മേടിക്കാൻ വെച്ച സാധനങ്ങളുടെ അവിടെ ചെല്ലുമ്പം അവിടെ ക്യാഷ് ഉള്ളി ആയിരുന്നു. നമ്മൾ ക്യാഷ് എടുക്കാൻ പറഞ്ഞു. നമ്മുടെ കയ്യിൽ കാർഡ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കത് മേടിച്ചില്ല. അപ്പൊ വീട്ടിൽ പോയി കഴിക്കാന്ന് വിചാരിക്കും. തൊട്ടടുത്താണല്ലോ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ചൂറോസ് എന്ന് പറഞ്ഞ ഒരു സാധനം. ഇങ്ങനെ ഇരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോല് ഇങ്ങനെ പഞ്ചസാര. പക്ഷെ നല്ല ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതാണ് വാങ്ങിച്ചത്. ഈ പ്രാവശ്യം വന്നപ്പോഴും ഇതാണ് വാങ്ങിച്ചത്. ഈ കടയിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ കാർഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതായിരുന്നു. ആസ് യൂഷ്വൽ നമ്മള് എവിടെ പോയാലും മേടിക്കുന്ന മെയിൻ സാധനം ഐസ്ക്രീം. പ്രത്യേകിച്ച് സമ്മറിൽ അതും വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. സോ ഐ എം എൻഡിങ് ദിസ് വീഡിയോ ഹിയർ. നെക്സ്റ്റ് വ്ലോഗ് കാണുന്നവരെ